ഇന്ത്യയുടെ നാവിക പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചും ലോകത്തെ ഏറ്റവും ശക്തരായ രാജ്യങ്ങളുടെ ആയുധപ്പുരകളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആകാശത്തുകൂടി പാഞ്ഞു പോകുന്ന യുദ്ധവിമാനങ്ങളോ കരയിലൂടെ ഇരച്ചു കയറുന്ന ടാങ്കുകളോ ആയിരിക്കാം. എന്നാൽ ആധുനിക ലോകത്തെ ഏറ്റവും ഭയാനകവും മാരകവുമായ ആയുധം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് വളരെ അകലെ സമുദ്രങ്ങളുടെ ഇരുണ്ട അടിത്തട്ടുകളിലാണ്. ഒരു തവണ സമുദ്രത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തന്നെ തുടരാൻ കഴിവുള്ള ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അതിഗംഭീരമായ അന്തർവാഹിനികളാണ് ഇന്നത്തെ സങ്കീർണമായ യുദ്ധതന്ത്രങ്ങളുടെ ഗതി തിരിച്ചുവിടുന്നത്. ഇത്തരം കൂറ്റൻ അന്തർവാഹിനികളെ പൊതുവെ ആണവ അന്തർവാഹിനികൾ എന്ന് ലളിതമായി വിളിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇവയെ പ്രധാനമായും രണ്ട് തികച്ചും വ്യത്യസ്തമായ വിഭാഗങ്ങളായി തിരിക്കാം. ഈ രണ്ട് വിഭാഗങ്ങളും ഒരേ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇവയുടെ ലക്ഷ്യങ്ങൾ തമ്മിൽ അജഗജാന്തരമുണ്ട്. ഇതിൽ ഒന്നിൻ്റെ ലക്ഷ്യം സമുദ്രത്തിനടിയിൽ നേരിട്ടുള്ള യുദ്ധം നയിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ ലക്ഷ്യം ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. കാരണം രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആണവായുധങ്ങൾ വഹിക്കുന്ന ഈ മാരകമായ അന്തർവാഹിനികൾ ഒരിക്കലും യുദ്ധരംഗത്ത് നേരിട്ട് പോരാടാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടവയല്ല. അവയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം തന്നെ ശത്രുവിനെ ഭയപ്പെടുത്തി യുദ്ധം ഒഴിവാക്കുക എന്നതാണ്. ഈ വലിയ വിരോധാഭാസത്തിന് പിന്നിലെ ശാസ്ത്രവും സൈനിക തന്ത്രവും മനസ്സിലാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനമാണ്. കാരണം ഇന്ത്യ നിലവിൽ തങ്ങളുടെ ആണവ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഇത്തരം അന്തർവാഹിനികൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഭാവിയിലെ സുരക്ഷയ്ക്കായി തദ്ദേശീയമായി കൂടുതൽ അത്യാധുനിക അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള വലിയൊരു കാൽവെപ്പിനാണ് രാജ്യം ഇന്ന് നിൽക്കുന്നത്. അന്തർവാഹിനികളുടെ ഈ സങ്കീർണമായ വേർതിരിവ് മനസ്സിലാക്കാൻ അമേരിക്കൻ നാവികസേന വർഷങ്ങൾക്ക് മുൻപേ കൊണ്ടുവന്ന നാമകരണ രീതി പരിശോധിക്കേണ്ടതുണ്ട്. ഈ ചുരുക്കപ്പേരുകളിലെ ആദ്യത്തെ ഇംഗ്ലീഷ് അക്ഷരമായ എസ് സൂചിപ്പിക്കുന്നത് സബ്മറൈൻ അഥവാ അന്തർവാഹിനിയെയാണ്. രണ്ടാമത്തെ അക്ഷരമായ എസ് സൂചിപ്പിക്കുന്നത് അന്തർവാഹിനിക്ക് ഊർജം നൽകുന്നത് ഒരു സാധാരണ ഡീസൽ എഞ്ചിനല്ല, മറിച്ച് ശക്തമായ ഒരു ന്യൂക്ലിയർ റിയാക്ടർ ആണെന്നാണ്. എന്നാൽ ഇവയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിർണ്ണയിക്കുന്നത് എപ്പോഴും അതിലെ അവസാനത്തെ അക്ഷരമാണ്. SSN എന്ന ചുരുക്കപ്പേരിൻ്റെ അവസാനത്തെ N സൂചിപ്പിക്കുന്നത് ന്യൂക്ലിയർ പവേഡ് അറ്റാക്ക് സബ്മറൈൻ അഥവാ നേരിട്ടുള്ള ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ആണവ അന്തർവാഹിനി എന്നാണ്. മറുവശത്ത് SSBN എന്നതിൻ്റെ B സൂചിപ്പിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകളെയാണ്. അതായത് ലോകത്തിൻ്റെ ഏത് കോണിലേക്കും ആണവായുധങ്ങൾ വഹിച്ചുകൊണ്ട് കുതിക്കാൻ ശേഷിയുള്ള കൂറ്റൻ ബാലിസ്റ്റിക് മിസൈലുകൾ സജ്ജീകരിച്ചിട്ടുള്ള ആണവ അന്തർവാഹിനികളാണ് SSBN എന്നറിയപ്പെടുന്നത്. ഒരേ ആണവ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുകയും പുറത്തു വരാതെ മാസങ്ങളോളം വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കാൻ കഴിവുള്ളവരുമാണെങ്കിലും ഇവ രണ്ടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രണ്ട് തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിൽ ആദ്യത്തേത് ശത്രുവുമായി നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി ജനിച്ചതാണെങ്കിൽ രണ്ടാമത്തേത് ശത്രുവിൻ്റെ മനസ്സിൽ ഭയമുണ്ടാക്കി യുദ്ധം എന്ന ആശയം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഒരു SSBN അന്തർവാഹിനിയുടെ പ്രാഥമിക ലക്ഷ്യം ശത്രുക്കളുടെ കപ്പലുകളെ വേട്ടയാടുക എന്നതല്ല, മറിച്ച് രാജ്യത്തിൻ്റെ സ്ട്രാറ്റജിക് ന്യൂക്ലിയർ ഡിറ്ററൻസ് അഥവാ ആണവ പ്രതിരോധം ഉറപ്പാക്കുക എന്നതാണ്. ഈ അന്തർവാഹിനികൾ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആണവായുധങ്ങൾ വഹിക്കുന്ന കൂറ്റൻ ബാലിസ്റ്റിക് മിസൈലുകളുമായാണ് കടലിൻ്റെ അടിത്തട്ടിൽ മാസങ്ങളോളം റോന്തു ചുറ്റുന്നത്. ശത്രുരാജ്യം പെട്ടെന്നൊരു ദിവസം നമ്മുടെ കരയിലുള്ള ആണവ മിസൈലുകളെയോ വ്യോമത്താവളങ്ങളെയോ ഒരു മിന്നലാക്രമണത്തിലൂടെ പൂർണ്ണമായി നശിപ്പിച്ചാൽ പോലും കടലിൻ്റെ അടിത്തട്ടിൽ ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ എവിടെയോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ അന്തർവാഹിനികൾ സുരക്ഷിതമായിരിക്കും. ഇവ ഉപയോഗിച്ച് ശത്രുവിന് നേരെ അതിശക്തമായ രണ്ടാമതൊരാക്രമണം നടത്താൻ രാജ്യത്തിന് സാധിക്കും. സെക്കൻഡ് സ്ട്രൈക്ക് കാപ്പബിലിറ്റി എന്ന് സൈനിക ലോകത്ത് വിളിക്കുന്ന ഈ ശേഷി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ശത്രുരാജ്യവും അത്ര എളുപ്പത്തിൽ നമ്മെ ആക്രമിക്കാൻ മുതിരില്ല. ഈ അദൃശ്യമായ ഭയമാണ് യഥാർത്ഥത്തിൽ രണ്ട് വലിയ രാജ്യങ്ങൾക്കിടയിൽ സമാധാനം നിലനിർത്തുന്നത്. കരയിൽ നിന്ന് തൊടുക്കുന്ന മിസൈലുകളും ആകാശത്ത് നിന്ന് പോർ വിമാനങ്ങൾ വഴി പ്രയോഗിക്കുന്ന ആണവായുധങ്ങളും കടലിൽ നിന്ന് അന്തർവാഹിനികൾ വഴി വിക്ഷേപിക്കുന്ന ആണവായുധങ്ങളും ചേരുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ ന്യൂക്ലിയർ ട്രയാഡ് എന്നറിയപ്പെടുന്നത്. ഇതിലേറ്റവും സുരക്ഷിതവും വിശ്വസനീയവുമായ കണ്ണിയാണ് കടലിലെ SSBN അന്തർവാഹിനികൾ. ശത്രുവിന് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്ത വിധം സമുദ്രത്തിൻ്റെ അഗാധതയിൽ മറഞ്ഞിരിക്കുന്ന ഇവ രാജ്യത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളിലെ ഏറ്റവും അമൂല്യമായ രത്നങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇന്ത്യ എന്നീ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഈ സവിശേഷ ശേഷിയുള്ളത്. SSBN ഒരു അദൃശ്യനായ സംരക്ഷകനാണെങ്കിൽ ഒരു അറ്റാക്ക് സബ്മറൈൻ അഥവാ SSN കടലിലെ യഥാർത്ഥ വേട്ടക്കാരനാണ്. നാവിക ചരിത്രത്തിൽ ഇന്ന് വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൈവിധ്യമാർന്ന ദൗത്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അത്യാധുനിക യുദ്ധോപകരണങ്ങളിൽ ഒന്നാണിത്.
ശത്രുക്കളുടെ അന്തർവാഹിനികളെ ട്രാക്ക് ചെയ്യുകയും തരം കിട്ടിയാൽ നശിപ്പിക്കുകയും ചെയ്യുക, ഉപരിതലത്തിലുള്ള യുദ്ധക്കപ്പലുകളെ മുക്കുക, രഹസ്യാന്വേഷണ വിവരങ്ങൾ ചോർത്തുക, തങ്ങളുടെ രാജ്യത്തിൻ്റെ കൂറ്റൻ വിമാനവാഹിനി കപ്പലുകൾക്ക് സമുദ്രത്തിൽ സുരക്ഷയൊരുക്കുക തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ജോലികൾ. അത്യാധുനിക ടോർപിഡോകളും കപ്പലുകളെയും കരയിലെ ലക്ഷ്യങ്ങളെയും ഒരുപോലെ തകർക്കാൻ ശേഷിയുള്ള ക്രൂയിസ് മിസൈലുകളുമാണ് ഇവയുടെ പ്രധാന ആയുധങ്ങൾ. ഒരാണവ റിയാക്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഇവയ്ക്ക് സാധാരണ ഡീസൽ അന്തർവാഹിനികളെ പോലെ ഇന്ധനം നിറയ്ക്കാനോ ബാറ്ററി ചാർജ് ചെയ്യാനോ ഇടയ്ക്കിടെ കടലിൻ്റെ മുകളിലേക്ക് വരേണ്ട ആവശ്യമില്ല. അതിനാൽ തന്നെ അത്യാധുനിക സോണാറുകളുടെ സഹായത്തോടെ ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് അതിവേഗത്തിൽ സഞ്ചരിക്കാനും അപ്രതീക്ഷിത ആക്രമണം നടത്താനും ഇവയ്ക്ക് സാധിക്കും. ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളെ അപേക്ഷിച്ച് ഇവ വളരെ വേഗതയേറിയതും എളുപ്പത്തിൽ ദിശ മാറാൻ സാധിക്കുന്നവയുമാണ്. മാസങ്ങളോളം ഒരു ശത്രുക്കപ്പലിനെയോ അന്തർവാഹിനിയെയോ ഒളിഞ്ഞു നിന്ന് പിന്തുടരാൻ ഒരു SSN തയ്യാറാകുമ്പോൾ അതേസമയം ഒരു SSBN മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ സമുദ്രത്തിൻ്റെ ഏതോ കോണിൽ നിശബ്ദരായി കാലം കഴിക്കുകയാവും. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ തോന്നുന്നില്ലെങ്കിലും അവയുടെ ആന്തരിക ഘടനയും രൂപകൽപ്പനയും നിർമ്മാണ ഉദ്ദേശവും തികച്ചും വ്യത്യസ്തമാണ്. SSBN അന്തർവാഹിനികൾ വളരെ വലുതാണ്. കാരണം അവയ്ക്ക് ഭാരമേറിയ വലിപ്പമുള്ളതുമായ ബാലിസ്റ്റിക് മിസൈലുകൾ ലംബമായി സൂക്ഷിക്കാനുള്ള വലിയ അറകൾ ആവശ്യമാണ്. അവയുടെ ഡിസൈനിൽ വേഗതയേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് പരമാവധി ശബ്ദം കുറച്ച് ശത്രുക്കളുടെ സോണാറുകൾക്ക് പിടികൊടുക്കാതെ ദീർഘകാലം ഒളിച്ചിരിക്കാനുള്ള കഴിവാണ്. ഒരു കോട്ട പോലെ ഭദ്രമാണ് ഇവയുടെ സഞ്ചാരപഥങ്ങൾ. മറുവശത്ത് SSN അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വേഗതയ്ക്കും പോരാട്ട മികവിനും വേണ്ടിയാണ്. വലിയ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരം കൂടുതൽ ടോർപിഡോകളും ക്രൂയിസ് മിസൈലുകളുമാണ് ഇവ വഹിക്കുന്നത്. ശത്രുക്കൾ നിറഞ്ഞ സമുദ്രഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാനും ആവശ്യമെങ്കിൽ പെട്ടെന്ന് ആക്രമിച്ച് വേഗത്തിൽ പിന്മാറാനുമുള്ള രൂപഘടനയാണ് ഒരു അറ്റാക്ക് സബ്മറൈനുള്ളത്. ചുരുക്കത്തിൽ ഒരെണ്ണം ഒരു നിശബ്ദമായ കോട്ട പോലെ വർത്തിക്കുമ്പോൾ മറ്റൊന്ന് ഒരു മികച്ച പോരാളിയെപ്പോലെ സമുദ്രത്തിൽ ഇരയെ തേടിയിറങ്ങുന്നു. ഇന്ത്യയുടെ നാവികസേന ഇന്ന് ശക്തമായ ഒരു SSBN ഫ്ലീറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നത് രാജ്യത്തിന് വലിയ അഭിമാനം നൽകുന്ന കാര്യമാണ്. അരിഹന്ത് ക്ലാസ് പ്രോഗ്രാമിലൂടെ നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആണവ അന്തർവാഹിനിയായ INS അരിഹന്ത് 2016 കമ്മീഷൻ ചെയ്യപ്പെട്ടത്. ഇതിലൂടെ ഇന്ത്യ തങ്ങളുടെ ന്യൂക്ലിയർ ട്രയാഡ് വിജയകരമായി പൂർത്തിയാക്കി. തുടർന്ന് കൂടുതൽ മെച്ചപ്പെടുത്തിയ സാങ്കേതിക വിദ്യകളോടെ INS അരിഘാട്ട് 2024 ഓഗസ്റ്റിൽ സേനയുടെ ഭാഗമായി. INS അരിധമാൻ ഉൾപ്പെടെയുള്ള കൂടുതൽ അത്യാധുനിക അന്തർവാഹിനികൾ വൈകാതെ തന്നെ സേനയുടെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ്. K-15, K-4 തുടങ്ങിയ ഇന്ത്യ തദ്ദേശീയമായി DRDOയുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇവ വഹിക്കുന്നത്. ഈ സംവിധാനങ്ങളിലൂടെ തങ്ങളുടെ ആണവ പ്രതിരോധം ഇന്ത്യ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് ഇന്ത്യക്ക് ഇതുവരെ സ്വന്തമായി നിർമ്മിച്ച ഒരു SSN ഫ്ലീറ്റ് ഇല്ല എന്നത് നാവികസേന നേരിടുന്ന ഒരു വലിയ പോരായ്മയായിരുന്നു. റഷ്യയിൽ നിന്ന് INS ചക്ര പോലെയുള്ള അന്തർവാഹിനികൾ മുൻകാലങ്ങളിൽ വാടകയ്ക്കെടുത്ത് ഉപയോഗിച്ച വലിയ പരിചയം ഇന്ത്യക്കുണ്ടെങ്കിലും പൂർണ്ണമായി തദ്ദേശീയമായ ഒരു അറ്റാക്ക് സബ്മറൈൻ സാങ്കേതികവിദ്യ സ്വന്തമായി ഉണ്ടായിരുന്നില്ല. എന്നാൽ മാറുന്ന ആഗോള സാഹചര്യങ്ങളിൽ ഈ വിടവ് നികത്താൻ രാജ്യം ഇപ്പോൾ വലിയ ചുവടുവെപ്പുകൾ നടത്തിക്കഴിഞ്ഞു. ഇന്ത്യയുടെ കൈവശം ശക്തമായ SSBN അന്തർവാഹിനികൾ ഉണ്ടെങ്കിലും അവയ്ക്ക് പൂർണ്ണമായും സുരക്ഷയൊരുക്കാൻ SSN അന്തർവാഹിനികൾ അത്യന്താപേക്ഷിതമാണ്. കാരണം ശത്രുക്കളുടെ അത്യാധുനിക അറ്റാക്ക് സബ്മറൈനുകൾ എപ്പോഴും നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളെ വേട്ടയാടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് നമ്മുടെ സ്വന്തം SSN അന്തർവാഹിനികൾ ഒരു പ്രതിരോധ കവചമായി മാറേണ്ടത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ നാവിക സാന്നിധ്യം അതിവേഗം വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സമുദ്രാധിപത്യം നിലനിർത്താൻ ഇത്തരം അറ്റാക്ക് സബ്മറൈനുകൾ ഇന്ത്യക്ക് അനിവാര്യമായി മാറിയിരിക്കുന്നു. ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് 2024 ഒക്ടോബറിൽ കേന്ദ്ര സർക്കാരിൻ്റെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി തദ്ദേശീയമായി 2 ആണവ അറ്റാക്ക് സബ്മറൈനുകൾ നിർമ്മിക്കാനുള്ള സുപ്രധാന പദ്ധതിക്ക് അംഗീകാരം നൽകി. പ്രോജക്ട് 77 എന്ന് പേരിട്ടിരിക്കുന്ന ഈ വമ്പൻ പദ്ധതി പ്രകാരം വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ഇവയുടെ നിർമ്മാണം ഉടൻ തന്നെ സജീവമാകും. ലാർസൻ ആൻഡ് ട്യൂബ്രോ ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. വരും ദശകങ്ങളിൽ ഇത്തരം കൂടുതൽ അറ്റാക്ക് സബ്മറൈനുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകും. തദ്ദേശീയമായ ഈ അന്തർവാഹിനികൾ പൂർണ്ണ സജ്ജമാകുന്നതുവരെ റഷ്യയിൽ നിന്ന് പുതിയ അന്തർവാഹിനികൾ വാടകയ്ക്കെടുത്തുകൊണ്ട് പ്രതിരോധം തീർക്കാനും സേന സമാന്തരമായി ലക്ഷ്യമിടുന്നുണ്ട്. ഒരു വലിയ രാജ്യത്തിൻ്റെ നാവികസേന പൂർണ്ണമാകണമെങ്കിൽ തന്ത്രപ്രധാനമായ ഈ 2 വിഭാഗം ആണവ അന്തർവാഹിനികളും ഒരുപോലെ ആവശ്യമാണ്. SSBN അന്തർവാഹിനികൾ അദൃശ്യമായിരുന്ന് ശത്രുക്കളുടെ മനസ്സിൽ ഭയമുണ്ടാക്കി നമ്മുടെ രാജ്യത്തിന് നേർക്കുള്ള ആണവാക്രമണങ്ങളെ തടഞ്ഞു നിർത്തുമ്പോൾ SSN അന്തർവാഹിനികൾ സമുദ്രത്തിലെ യുദ്ധമുഖങ്ങളിൽ നേരിട്ട് പോരാടുകയും നമ്മുടെ മറ്റ് കപ്പലുകൾക്കും വ്യാപാര പാതകൾക്കും കാവലൊരുക്കുകയും ചെയ്യുന്നു. അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികളിലൂടെ ആണവ പ്രതിരോധത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം ഇതിനകം നടത്തിയ ഇന്ത്യ പ്രോജക്ട് 77 തങ്ങളുടെ സമുദ്രാധിപത്യം പൂർണ്ണതയിലെത്തിക്കാനുള്ള യാത്രയിലാണ്.
ലോകത്തിലെ വൻ ശക്തികൾക്ക് സമാനമായി യുദ്ധം ഒഴിവാക്കാനുള്ള മാരകായുധവും സാഹചര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഏറ്റവും മികച്ച രീതിയിൽ യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള ആയുധവും ഒരുപോലെ സജ്ജമാക്കിക്കൊണ്ട് ഇന്ത്യ ഒരു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ആഗോള നാവിക ശക്തിയായി മാറുന്ന കാഴ്ചയാണ് വരും വർഷങ്ങളിൽ ലോകം കാണാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.